എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാലാമണി താത്തയുടെ കുമ്പസാരം അതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുമ്പസാരത്തിൽ താത്ത ഒന്നും ഏറ്റൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് കൃഷ്ണനെ ഉമ്മ വെച്ചത് അവരുടെ കുഞ്ഞായിട്ട് തോന്നി. അതിനെ വിമർശിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി പിന്നെ നിൻ്റെ ഭർത്താവാണോ എന്ന് ചോദിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാനാണ്, അതല്ലാതെ മറ്റാരുമല്ല. ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ ഞാൻ തന്നെയാണ്. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ പറയുന്ന രീതിയിൽ പറയാൻ ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ കുട്ടികളാണെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ മക്കളാണെന്ന് തോന്നിയോ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടപ്പോൾ നിങ്ങളെ മുത്താനായിട്ട്? അതേ ഇനി നിങ്ങളുടെ ഭർത്താവായിട്ട് തോന്നിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ മക്കളാണോ എന്ന് ചോദിച്ച ഭാഗം അങ്ങ് വിട്ടുകളഞ്ഞു പുള്ളിക്കാരത്തി. എന്നിട്ട് ഭർത്താവാണോ എന്ന് ചോദിച്ചത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ മറുപടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത്രത്തോളം മറ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ തെറ്റാണോ ഇത്? ഞാൻ എൻ്റെ കണ്ണനെ കണ്ടു. എൻ്റെ കണ്ണനെ തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. ആ കണ്ണന് ഞാൻ കൂടെ നിന്നൊരു വീഡിയോ എടുത്തു, ഒരു ഉമ്മയും കൊടുത്തു. അതിപ്പം വലിയ വിവാദമായി. അവര് ഇനിയും കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണോ അല്ലെ? കണ്ണന നടു റോട്ടിൽ കണി വെച്ചു, അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തോളൂ. കാരണം ആ പരിസരമൊക്കെ CCTV ഉള്ളതാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പോയി വന്നതാണ്. അവിടെ ഗുരുവായൂർ പോലീസുകാരൊക്കെ ആ പരിസരത്തുള്ളതാണ്. അവരന്വേഷിക്കാതെ കേസെടുക്കൂലോ. അവരന്വേഷിച്ചിട്ട് ജസ്ന സലീം ഗുരുവായൂർ പോലീസ് കേസ് അന്വേഷിക്കുന്ന കാര്യമൊന്നും പറയണ്ട. ഹൈക്കോടതിയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വിധി വന്നിട്ട് പോലും നോക്കുകുത്തിയായിട്ടിരിക്കുന്നവരല്ലേ. പിന്നെ അന്വേഷിച്ചിട്ട് എന്ത് ഉണ്ടാക്കാനാ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു കാര്യം അംഗീകരിക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടിയാണെന്ന് തോന്നി അവരൊരു ഉമ്മ കൊടുത്തു. നിങ്ങളുടെ കുട്ടിയാണെന്ന് തോന്നുമ്പോൾ ഉമ്മ കൊടുക്കാനുള്ളതല്ല നമ്മുടെ ദൈവങ്ങൾ. അത് മനസ്സിൽ വെച്ചോ. നിങ്ങൾ ഉമ്മ കൊടുത്തോ, എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾ ഉമ്മ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് നിങ്ങൾ വരയ്ക്കുന്ന നിങ്ങളുടെ കണ്ണനെ മാത്രം. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്ന കണ്ണനെ മാത്രം നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. നമുക്ക് ആർക്കും അതിലൊരു പരാതിയില്ല. അത് നിങ്ങളുടെ രചനയാണ്. പക്ഷെ നമ്മുടെ വിഗ്രഹങ്ങളെ പിന്നെ അതും കണിയൊരുക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ, വെറുതെ ഇരിക്കുന്ന ഒരു വിഗ്രഹമല്ല, കണിയൊരുക്കി വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തിൽ ചെന്നിട്ട് നിങ്ങൾ ഉമ്മ വച്ചത് വളരെ തെറ്റാണ്, വലിയ തെറ്റാണ്. അതിനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ചിലപ്പോൾ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മളത് മിണ്ടാതിരിക്കില്ല. നിങ്ങൾ ചെയ്തത് അത്രത്തോളം വലിയ തെറ്റ് തന്നെയാണ്. അതിൽ ഒരു മറുപടി നിങ്ങൾക്ക് എന്ത് തന്നെ മറുപടി നിങ്ങൾ പറഞ്ഞാലും അതിന് ഒന്നും ആവില്ല. അവരന്വേഷിച്ചിട്ട് ജസ്ന സലീം കണ്ണനെ അപമാനിച്ച് റോഡ് സൈഡിൽ കണി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തു. എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റ് പറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസിൻ്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണെന്നൊന്നും. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പം ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. അതുകൊണ്ട് മാത്രമല്ല എല്ലാവരും നിരന്തരം കേക്ക് കട്ട് ചെയ്യുമെന്ന് പറയണ്ട. എൻ്റെ ഒന്നും ബർത്ത്ഡേക്ക് ഇന്ന് വരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ തലമുറയിൽ പൈസയുള്ളവർ ചെയ്യും, അത്രയേ ഉള്ളൂ. അവരങ്ങനെ ജാതി മതമൊന്നും നോക്കത്തൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. എൻ്റെ മക്കളുടെ എല്ലാ ബർത്ത്ഡേകൾക്കും കേക്ക് കട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ബർത്ത്ഡേക്കോ എൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേക്കോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കാരണം നമുക്കതിനുള്ള നിവൃത്തിയില്ല, നമ്മളത് ശീലിച്ചിട്ടുമില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുപോയി പള്ളിക്കുള്ളിൽ കൊണ്ടുപോയി കട്ട് ചെയ്തൂടെ? നിങ്ങളെന്തിനാണ് അമ്പലത്തിനകത്ത് കട്ട് ചെയ്യാനായിട്ട് വരുന്നത്? അപ്പോൾ എന്ത് തോന്നിയാസവും ഹൈന്ദവരുടെ നേർക്ക് നടക്കും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എന്ത് തോന്നിയാസം വേണമെങ്കിലും കാണിക്കാം, ഗുണ്ടായിസം, അല്ലാണ്ട് വേറെ എന്താണ്? നമ്മളിത് ചെയ്തിരിക്കും എന്നൊരു ഭാവം, അതല്ലാണ്ട് മറ്റൊന്നുമല്ല. നിരന്തരമായി ഇതര മതസ്ഥയാണ് നിങ്ങൾ, മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നിരന്തരമായി ആചാരങ്ങൾ ലംഘിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യം കേക്ക് മുറിക്കുന്നതായാലും, രണ്ടാമത് മാല ചേർക്കുന്നതായാലും, മൂന്നാമത് വഴിയരികിൽ കണിയെടുക്കുന്നതായാലും ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് ആളുകളെ കാണിക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ മതസ്ഥരന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ ഇവരെല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ?
എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെക്കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ജസ്റ്റ് സലീം അടിച്ചാൽ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പം ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എൻ്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാനതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതൊരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ നോക്കാൻ ഒരുപാട് പബ്ലിസിറ്റികളുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സമൂഹം അറിയണം. എന്നെക്കുറിച്ച് ഇത്രയും കാലം പുറം ലോകം അറിഞ്ഞത് ഇതേ വീഡിയോസിലൂടെയാണ്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതേ വീഡിയോസിൽ കൂടെ കണ്ണൻ്റെ പേര് തന്നെയാണ് ഞാൻ പുറം ലോകം അറിയപ്പെട്ടത്. അതേ കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ മുസ്ലിം മതസ്ഥരെന്നില്ല, ഹൈന്ദവരെന്നില്ല, രണ്ടുപേരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നെ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇവർ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ മുസ്ലിം മതസ്ഥരെ മനസ്സിലാക്കി കൊടുക്കാൻ, അതായത് ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഇസ്ലാം മതസ്ഥർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൃഷ്ണ വിഗ്രഹത്തിൽ ചുംബിച്ചത് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ അതായത് ഒരുപാട് ആ ഒരു ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നും ഇവർക്ക് നല്ല സമ്മർദ്ദം ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ കൊച്ചേ, നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണിയിൽ, നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വിഷുക്കണി എന്ന് പറഞ്ഞാൽ അതിൽ ആളുകൾ ക്യാഷ് കൊണ്ടിടും, എണ്ണ തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ കൊണ്ടുവന്ന് വെക്കും, പ്രാർത്ഥിക്കും, പൂവിടും, ഹാരമിടും, അങ്ങനെയാണ് ചെയ്യുന്നത്. കണി ഒരുക്കി വെച്ചിരിക്കുന്നിടത്ത് ചെയ്യുന്നൊരു കാര്യം. നീ അതിനെ ചെന്ന് ചുംബിച്ച് അശുദ്ധമാക്കി എന്നുള്ളതാണ് നീ ചെയ്തത്. അതെന്താ, നിൻ്റെ മതസ്ഥരെ നിനക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അശുദ്ധമാക്കാനുള്ളതാണോ നമ്മുടെ ഭഗവാൻ? ചോദിക്കുന്നതിന് ആൻസർ തരൂ. അതായത് നിൻ്റെ വിശ്വാസത്തിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ശ്രീകൃഷ്ണനെ നീ ഇപ്പോഴും കൈവിട്ടിട്ടില്ല, നീ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെയാണ് എന്ന് വെച്ചാൽ, അയ്യോ അതിനെ ഇനി വേറൊരു അർത്ഥത്തിൽ എടുക്കണ്ട എന്ന് വെച്ചാൽ, ഇപ്പോഴും ശ്രീകൃഷ്ണനെ കൈവിടാതെ നീ കൃഷ്ണനിൽ തന്നെയാണ് എന്നുള്ളതും നിൻ്റെ മതത്തിലുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീ നമ്മുടെ ഭഗവാനെ ചുംബിച്ച് അശുദ്ധമാക്കിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ നീ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീ ഈ പറയുന്നത് പോലെ നിൻ്റെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു? അപ്പോൾ നിൻ്റെ കുട്ടിക്കളികൾക്കും നിൻ്റെ ബാലിശമായിട്ടുള്ള ചിന്താഗതികൾക്കും വേണ്ടിയിട്ടുള്ളതാണോ നമ്മുടെ ഈശ്വരൻ? അതിന് സമാധാനം പറയൂ. നിൻ്റെ ബന്ധുക്കളെ, അതായത് നിൻ്റെ ബന്ധുക്കളെ അല്ലെങ്കിൽ നിൻ്റെ ജാതിക്കാരെയൊക്കെ അല്ലെങ്കിൽ ആ മതത്തിലുള്ള ആളുകളെ നിനക്ക് വിശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നീ കാണിക്കേണ്ടത് ഈ ഒരു പ്രവൃത്തി അല്ലായിരുന്നു? വിഷു അല്ലായിരുന്നോ? നിൻ്റെ വീട്ടിൽ നീ ഒരു സദ്യ ഉണ്ടാക്കിക്കൂടായിരുന്നോ? കൃഷ്ണൻ്റെ ഇഷ്ടമായിട്ടുള്ള പാൽപ്പായസം കൂട്ടി ഒരു സദ്യ ഉണ്ടാക്കിയിട്ട് വാഴയില നിലത്തിട്ടിട്ട് നിങ്ങളെല്ലാവരോടും ഇരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാഞ്ഞത് എന്ത്? എന്നിട്ട് ഹാപ്പി വിഷു എന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതെടുത്ത് നീ പോസ്റ്റ് ചെയ്യാഞ്ഞത് എന്ത്? അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ ആളുകൾ മുഴുവനും ഇത് കാണില്ലായിരുന്നു. ഇസ്ലാമിലുള്ള എല്ലാ സഹോദരങ്ങളും ഇത് കണ്ടേനെ. അവരപ്പോൾ വിചാരിച്ചേനെ ഈ പറയുന്ന വ്യക്തി കൃഷ്ണനെ ഇപ്പോഴും വിട്ടിട്ടില്ല, അവരിപ്പോഴും കൃഷ്ണനെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് അവർക്ക് തോന്നിയേനെ. അങ്ങനെയാണ് നീ ചെയ്തിരുന്നെങ്കിൽ ഒരു ഹൈന്ദവർക്ക് നിന്നോട് കുരു പൊട്ടില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. പറഞ്ഞ് മനസ്സിലായില്ലേ? പാൽപ്പായസം കൂട്ടി ഉച്ചയ്ക്ക് ഒരു സദ്യ ഉണ്ടൂടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. വാഴയില ഇട്ട് നിലത്തിട്ടിരുന്ന് നമ്മളൊക്കെ വിഷുവിന് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഹാപ്പി വിഷു എന്ന് പറയേണ്ട ഒരു കാര്യമുള്ളായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അത് നിൻ്റെ വീഡിയോ ആയിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ല എന്ത് വീഡിയോ ആയിട്ടോ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ നിനക്കത് വഴി വ്യൂസും വന്നേനെ. ഇത് കാണുന്ന ആളുകൾ മനസ്സിലായേനെ ഇപ്പോഴും നീ ശ്രീകൃഷ്ണനെ നെഞ്ചിൽ കൊണ്ടു കിടക്കുന്ന ഒരു ഭക്ത തന്നെയാണെന്ന് തോന്നിയേനെ. ഇതങ്ങനൊന്നും അല്ലല്ലോ ചെയ്തത്. ഇത് നീ ചെയ്തത് നമ്മളുടെ നെഞ്ചിൽ ആണിയടിക്കുക, നമ്മളെ പ്രൊവോക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിന് ഇങ്ങനെ ഒരു ന്യായീകരണവും കൂടി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSS-കാരും തന്നെ അത് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJP-യിലും RSS-ലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ വിഷുക്കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കി, അത് എൻ്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പുള്ളിക്കാരത്തി മറുകണ്ടം ചാടി കേട്ടോ, ചാടി അടിപൊളിയായിട്ട് ചാടിയിട്ടുണ്ട്. എല്ലാവരും ചെന്ന് വലിയൊരു റബ്ബറിട്ട് ഒരു വലിയ അങ്ങ് വലി വെച്ച് കൊടുക്കുക.
ഇത് ഞാൻ പറയുന്നതേ പിന്നെ നമ്മുടെ സംഘപരിവാറിലെ ആളുകളുടെ അടുത്താണ്. സംഘപരിവാറിലെ സഹോദരങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങളൊരു വലിയൊരു റബ്ബർ എടുത്ത് വലിയൊരു വലിയങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. പുള്ളിക്കാരത്തി പറഞ്ഞത് കേട്ടില്ലേ? പുള്ളിക്കാരത്തിയുടെ കഷ്ടകാലം തുടങ്ങിയത് പ്രധാനമന്ത്രിക്ക് കണ്ണൻ്റെ ഫോട്ടോ കൊടുത്തതിന് ശേഷമാണ്. ഇത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ ഗോപിച്ചേട്ടനും കേൾക്കുന്നുണ്ടോ എന്തോ അറിയില്ല. എന്നാലും പുള്ളിക്കാരനോട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തേക്കണേ. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തി പറയുന്നത് RSSും BJP ഒക്കെ ചേർന്നിട്ട് ഇവരെ പരമാവധി ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഇവരിപ്പോൾ ഇത് പറയുന്നത്. ഇത് പറയാനുള്ള സാഹചര്യമൊക്കെ നമുക്കറിയാം. ശശികല ടീച്ചർ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ചുംബിച്ചതും വീഡിയോ എടുത്തതൊക്കെ വെച്ചിട്ട്, റീൽസ് എടുത്തതൊക്കെ വെച്ചിട്ട് അവർ നന്നായിട്ടൊന്നും വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കുത്തലിനാണ് ഇപ്പോൾ BJPക്കാരെ മൊത്തത്തിലെടുത്ത് നിലത്തടിച്ചത്. എന്തായാലും പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഫോട്ടോ കൊടുത്തതിന് ശേഷം ഇവർക്ക് ദുരിതമേ ഉണ്ടായിട്ടുള്ളൂ. അവരെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം BJPക്കാർ RSSകാരൊക്കെ ഇവരൊക്കെതിരെ എന്താണ് പോസ്റ്റുകളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം തിരിഞ്ഞ് മറിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ വേണം, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ശശികല ടീച്ചർ ഇട്ട്. അപ്പം ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരെ അടുത്ത് കാണിക്കാൻ വേണ്ടി എൻ്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളിപ്പറയുന്നു. അപ്പോൾ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലേ? ഇപ്പോൾ RSSന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJPക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു അല്ലേ? പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ളൊരു കാരണം? അവർ പൂർണ്ണമായും നിങ്ങൾ തള്ളിപ്പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ RSS BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്, അതേപോലെ MT രമേശ് ഏട്ടനെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ RSSന്റെയും BJPന്റെ നേതാക്കന്മാരല്ല എന്നെ അതാക്കുന്നത്, അണികളെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ RSSകാരിയാണ് അല്ലെങ്കിൽ ഞാൻ BJPക്കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരത്തിക്ക് മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ ഇവർ പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് BJPയിലേന്നും മുതിർന്ന ആളുകളുമായിട്ടൊന്നും എനിക്കൊരു കമ്പനി ഇല്ലെന്ന് പറയുന്നത് കേട്ടു. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് കുമ്മനം രാജശേഖരനുമായിട്ടും സുരേഷ് ഗോപി ആയിട്ടും അതുപോലെ ആരോ ഒരാളുടെ പേരൂടെ പറയുന്നുണ്ടല്ലോ, ആരുടെ ആയിരുന്നു, ഭയങ്കര മറവിയാട്ടോ, ഒടുക്കത്തെ മറവിയാണ്, അതുകൊണ്ട് മറന്നുപോയി കേട്ടോ. എന്തായാലും അമിത്ഷായുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ പറയുന്ന ബാക്കിയുള്ളവരുമായിട്ടൊക്കെ നല്ല പിടിയാണ് ഇവർക്ക് എന്നാണ് ഇവർ പറയുന്നത്. അതായത് അവരൊക്കെ ആയിട്ട് ഇവർ നല്ല ബന്ധത്തിലാണ്. എന്നാൽ ഇവർ ഈ അണികളാണ് ശല്യപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് BJPയിലെ കുട്ടി രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ BJPയിലെ, അപ്പോൾ അവരാണ് നേതാക്കന്മാരുമായിട്ടൊക്കെ പുള്ളിക്കാരത്തേക്ക് നല്ല സ്നേഹത്തിലാണ്. പക്ഷേ അതിൻ്റെ താഴെയുള്ള കീഴേക്കിടക്കാരാണ് ഇവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ മക്കളെ? പിന്നെ നമുക്ക് തന്നെ അറിയാം നേതാക്കന്മാരുമായിട്ട് നല്ല സ്നേഹത്തിലാണെന്നറിയാം. കാരണം അതുകൊണ്ടല്ലേ ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ അതൊക്കെ പുഷ്പം പോലെ പറന്നങ്ങ് പോയത്. അതുകൊണ്ട് അപ്പോഴത്തന്നെ നമുക്ക് കാര്യമൊക്കെ അറിയാം, കാരണം നമുക്ക് മുകളിലാണ് പിടിയെന്നുള്ള കാര്യം. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടിയെത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ തന്നെയാണ്. അപ്പം എനിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതുവരെ എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ RSSും BJP ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ നിരന്തരം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണമെന്നുള്ള വാശിയോടുകൂടെ നടക്കുന്നൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത്. ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ, ഇപ്പോൾ അത് ഞങ്ങൾ കൊണ്ടും പറ്റും. പക്ഷെ പറ്റുന്നവർ പറയുന്നേ ഉള്ളൂ, അവരിതുവരെ പോയിട്ടില്ല. അതിൻ്റെ അതുകൊണ്ടല്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത് പലർക്കും ഇഷ്ടമല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല. പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള ഒരു ഫോട്ടോയുടെ ഒരു ക്വാളിറ്റി ആ ഫോട്ടോയിലുണ്ടെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് പറയാച്ച കുശുമ്പ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സ്ത്രീകൾ ഉള്ളത് പറയാലോ, BJP ആണ് RSS ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ നിരന്തരം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഒരു തെറ്റ് പറ്റി എന്ന് ഞാൻ തുറന്നു പറയുന്നത്, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് തെറ്റ് പറ്റിയല്ലോ,
പറ്റിയ അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ അതുമേലെ ഇങ്ങനെ ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചത്. അവർക്കത് അങ്ങനെ ആവാവോ എന്ന് നടക്കുന്ന കുറച്ച് BJP-ന്റെ RSS-ന്റെ ആൾക്കാർ. മാനസികമായ ഒരു ഐക്യം ഈ സംഘടനകളോട് ജസ്റ്റിനെ കൊണ്ടുവരാനും അല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കാര്യം എന്താ വെച്ചാല് തുറന്നു പറയുന്നത് എന്താ, എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വന്നത് ഫസ്റ്റിൽ കുമ്മനം രാജശേഖര ഏട്ടനെ കണ്ട സമയത്താണ്. ഏട്ടനാണ് ഫസ്റ്റിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാനുള്ളത് അവസരം കോഴിക്കോട് നമ്മുടെ ഒരു BJP-യുടെ നാഷണൽ കൗൺസിൽ മീറ്റ് ഉണ്ടല്ലോ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ സമയക്കുറവ് കൊണ്ട് മേടിക്കാതെ പോയതാണ്. അന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഫോട്ടോ കൊടുക്കാനല്ലേ, അത് ഞാൻ സാധിപ്പിച്ചു തരും. സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ അന്ന് സുരേഷ് ഗോപി എനിക്ക് ആ ഒരാഗ്രഹം സാധിച്ചു. നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ. അവര് സുരേഷ് ഏട്ടൻ എന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ സുരേഷ് ഗോപിയായി. അവരോട് ആരോടിപ്പം MT രമേശ് ഏട്ടനായാലും ഒരു നമ്മളടുത്തൊരു വെറുപ്പ് കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവർ പറയട്ടെ, അതിന്റെ സത്യാവസ്ഥ ഒരു സമയത്ത് തെളിയല്ലോ, നീ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ എന്നോട് നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷെ കുറച്ച് അണികള് നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഒരു ദൈവമാണുള്ളത്. ഈ മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുകയോ അവരാണ് ഏറ്റവും മഹത്തരമെന്ന് പറയുകയൊന്നും ചെയ്തെന്നാണ്. പക്ഷേ ജസ്ന നിരന്തരം പറയുന്നത് കൃഷ്ണനാണ് ദൈവം, കൃഷ്ണനാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവം എന്ന രീതിയിലൊക്കെയാണ്. അതെങ്ങനെ തമ്മിൽ അല്ല, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മൾ ബഹുമാനിക്കാതെ കഴിച്ചാൽ നമുക്ക് എപ്പോഴും, അതായത് ബഹുമാനിക്കാതെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം, ഇല്ലേ? അന്നത്തെ ബഹുമാനിച്ച് അന്നത്തെ റെസ്പെക്ട് ചെയ്ത് മാത്രം അത് കഴിച്ചാലേ നമുക്ക് ലൈഫ് ലോങ് ആ അന്നം കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അതേപോലെ 12 വർഷമായി എൻ്റെ അന്നമായി മാറിയതാണ് കണ്ണൻ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ട് എങ്ങനെ നീ കണ്ണൻ അന്നം എന്ന് പറയാന്ന്. അതിൽ അവർ ഈ ഹൈന്ദവർ കുറ്റം കണക്കാക്കുന്നത്, പക്ഷെ എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല. അവർ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരാളെ ഞാൻ അന്നമായിട്ട് കണക്കാക്കിയത് ഇവർക്ക് അന്നത്തിന്റെ വാല്യൂ അറിയാനിട്ടാണ്. അന്നം ഒരു നേരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാവാത്തതാണ്. അപ്പൊ ഈ 12 വർഷമായി എനിക്ക് അന്നമായി മാറിയതാണ് കണ്ണന്. ആ കണ്ണനെ വിശ്വസിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതിൽ എനിക്കൊരു വിരോധമില്ല. പിന്നെ ഈ ചോദിക്കുന്ന ഏകദൈവ വിശ്വാസിയല്ലേ ഞാനും പറയട്ടെ, എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാനെന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. അവർ ഹിന്ദു അല്ലേ, അവൻ ക്രിസ്ത്യാനി അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ടേ എനിക്ക് ഇവരെയൊക്കെ ഞാൻ ചേർത്ത് പിടിക്കും, ഇവരുടെ ദൈവത്തിനെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയല്ല, 3 മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലം തൊട്ടേ കർത്താവേന്ന് വിളിക്കുക, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ 3 മതത്തിലും വിശ്വസിക്കുന്നത്. അപ്പം ഈ മുസ്ലിം മതസ്ഥർ പലതും പറയുന്നുണ്ട്, ഞാൻ മതത്തിൽ നിന്ന് പുറത്തായി എന്ന് വരെ പറയുന്നുണ്ട്. അത് അവരല്ല തീരുമാനിക്കേണ്ടത്, ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ ദൈവവും ഒന്നാണ് എന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസിയാണെന്ന് 100% പറയാൻ എനിക്ക് ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് ഞാൻ മതം വിശ്വസിക്കുന്നുണ്ട്, മതം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ കൂടെ ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ചോദിക്കുക വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരെയും ഇപ്പൊ ഇത് പറയട്ടെ, ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഭവമാണ്, നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കര സ്നേഹത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മളാരും. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഉണ്ടാവും ഒരു അച്ഛനും അമ്മയും. അവർ നമ്മുടെ ഇഷ്ടങ്ങൾ കേട്ടറിഞ്ഞ് അവരുടെ വീട്ടിൽ നമ്മളെ ഇഷ്ടപ്പെട്ടത് ഭക്ഷണമൊക്കെ വെച്ചാൽ അവർ കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ച് പറയും നീ വാന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മനെക്കാട്ടിലും പ്രിയപ്പെട്ടതും ചിലപ്പോൾ ഇവരായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളെ അച്ഛനെയും അമ്മനെ ഉപേക്ഷിക്കുമോ? അതേപോലെ തന്നെയാണ് ഞാൻ പടച്ചവനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പടച്ചവനെ വിശ്വസിക്കുന്നത് അതേ തത്തുല്യം തന്നെ മറ്റുള്ള മതത്തിനെ ബഹുമാനിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, വിശ്വസിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം അത് ശരിയാണ്. കാരണം ഇവർ പടച്ചവനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇവർ തന്നെ പറഞ്ഞല്ലോ 12 വർഷം കൊണ്ട് അവരുടെ അന്നം കൃഷ്ണനാണെന്ന്. അപ്പോൾ പിന്നെ കൃഷ്ണനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും ഒന്ന് കാല് തടഞ്ഞ് നിൽക്കുന്ന സമയത്ത് മുസ്ലിം മതസ്ഥർ തന്നെ നമ്മളെ പിടിക്കുന്നത് ചിലപ്പോൾ ഹിന്ദു മതസ്ഥരായാലോ. ഞാൻ ഈ ഏകമത ദൈവവിശ്വാസി എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം ഞാൻ എല്ലാ മതവിശ്വാസി എന്നാണ് പറയാൻ. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട്, ഈ ഹിന്ദു മതത്തിലേക്ക് ചേരാൻ പോകുന്നു, ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി നിൽക്കുന്നു, കൃഷ്ണനെ കൂടുതൽ അങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു. അങ്ങനെ ഒരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ആലോചന ഞാൻ ഞാൻ പറഞ്ഞില്ല, എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവരോട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം, ഞാൻ മതം മാറാൻ തയ്യാറാണ്. ഇവരുടെ ഞാനിപ്പോൾ പറയട്ടെ, ഞാനിപ്പോൾ മതം മാറി എന്ന് പറഞ്ഞ് ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാണ് ഞാൻ മതം മാറുക. എൻ്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പയും പടച്ചോനെയായിരിക്കും വിളിക്കുന്നത്. അത് ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല. മതം മാറി എന്ന് പറയുമ്പോൾ വിഷ്വലായിട്ടേ നമുക്ക് പറയാൻ പറ്റും. മനസാക്ഷി അങ്ങനെ ഇപ്പം ഞാൻ മതം മാറുകയാണെങ്കിൽ ഞാൻ മതം മാറുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി എന്നെ എന്താ പറയാ, വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നേഹം ബഹുമാനമുണ്ട്. കണ്ണന് വേണ്ടിയിട്ട് മതം മാറിയാൽ ഞാൻ മാറുകയും ചെയ്യും.
ഒരു മടിയില്ല. അതാണ്, കണ്ണന് വേണ്ടിയിട്ട് മതം മാറണമെങ്കിൽ അവർ മാറും. കാരണം അവരുടെ അന്നമാണത്. ഓക്കെ, അവരുടെ അന്നമാണ്. അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു അന്നത്തെ ബഹുമാനിക്കണം, അവരുടെ അന്നമാണെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ മതം മാറേണ്ടി വന്നാലും അവർ മാറുന്നതിൽ വലിയ അത്ഭുതമൊന്നും പറയാനൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അയലത്തെ വീട്ടിൽ നിന്ന് നന്നായിട്ട് നമുക്ക് ഭക്ഷണം തരുന്നവരുണ്ടെങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഫസ്റ്റ് നമ്മളെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് തോന്നും എന്ന് കരുതി നമ്മുടെ അച്ഛനെയും അമ്മയോടും നമുക്ക് സ്നേഹമില്ലാതെ വരില്ല എന്നിവരിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥമെന്ന് വെച്ചാൽ അവരുടെ മതം അവർക്കുണ്ടെങ്കിലും അവർക്ക് അന്നമായിട്ട് വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹം അവർക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കാര്യമൊന്നുമില്ല. അല്ല, മതം മാറേണ്ടി വന്നാൽ മതം മാറും എന്നിവർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതെങ്ങനെ ശരിയാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മതം മാറേണ്ടി വന്നാൽ മതം മാറും എന്ന് പറയുന്നു. എങ്ങനെ മതം മാറുമെന്നാണ് ഇവർ പറയുന്നത്? ഇവർ നോക്കുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, കാഴ്ചയിൽ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഹിന്ദുവിനെ പോലെ ഇരിക്കും, പക്ഷേ മനസ്സിൽ ഞാൻ പടച്ചോനെ എന്നായിരിക്കും വിളിക്കുന്നതെന്ന് പറയുന്നു. എന്ത് മണ്ടത്തരാണ് ഈ ഇരുന്നുകൊണ്ട് പറയുന്നത്? അങ്ങനെ ഒരു പൊട്ട് വച്ചത് കൊണ്ടോ തലയിൽ തട്ടം മാറ്റിയത് കൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഒരു ഹിന്ദു ആവില്ല. അതിന് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഒരാൾ ചേരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ മതത്തിലേക്ക് ഒരാൾ വരുന്ന സമയത്തിന് നമ്മുടെ മതത്തെക്കുറിച്ചും പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അല്ലാണ്ടൊരു പൊട്ട് എടുത്തിട്ട് നെറ്റിയിൽ വെച്ചിട്ട് പിന്നെ തലയുടെ തട്ടവും എടുത്ത് കളഞ്ഞാൽ ഒരു കുറി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ഹിന്ദു ആവില്ല. മതത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇതിൻ്റെ ബാക്കി ഉണ്ടായിരിക്കും. കാരണം ഇത് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്കൊന്നും ഇത് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.